നമ്മൾ വന്നാൽ എന്താണ് കേരളത്തിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. ഡിസംബർ 22 ഈ ആകാശപാതയുടെ നിർമ്മാണം UDF സർക്കാരിന്റെ കാലത്ത് ആരംഭിക്കുന്നത്. അന്ന് ഏകദേശം 5.18 കോടി രൂപ ചെലവിലാണ് ആദ്യഘട്ട നിർമ്മാണം തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ തന്നെ ഭൂമി ഏറ്റെടുക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാതെയായിരുന്നു നിർമ്മാണം എന്നുള്ളതാണ് ഒരു പ്രധാന ആരോപണം. നമ്മൾ വന്നാൽ എന്താണ് കേരളത്തിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. പാലാരിവട്ടം മേൽപ്പാലം പൊളിച്ചു തുടങ്ങി. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരമാണ് പാലാരിവട്ടത്തെ അഴിമതിപ്പാലം പൊളിച്ചു പണിയാനുള്ള നടപടികൾക്ക് തുടക്കമായത്. പൂജാകർമ്മങ്ങൾക്ക് ശേഷം രാവിലെ 9 മണിയോടെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പാലത്തിന് നടുവിലെ ടാറിംഗ് പൊളിച്ചു തുടങ്ങി. മെട്രോമാൻ ഇ ശ്രീധരന്റെ നേതൃത്വത്തിൽ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനിലെ വിദഗ്ധരായ എഞ്ചിനീയർമാരും നിർമ്മാണ മേഖലയിലെ സഹകരണ സ്ഥാപനമായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിലെ തൊഴിലാളികളും ചേർന്നാണ് പാലം പൊളിച്ചു പണിയുന്നത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനും രാഷ്ട്രീയ വിവാദങ്ങൾക്കുമൊടുവിൽ പാലാരിവട്ടം പാലം പുനർനിർമ്മിക്കാനുള്ള നടപടികൾക്ക് തുടക്കമായി. 8 മാസത്തിനുള്ളിൽ പാലത്തിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് DMRC ഉറപ്പു നൽകുന്നത്. ഓർമ്മിപ്പിക്കല്ലേ.